ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ഓയിലൊന്നും അധികം യൂസ് ചെയ്യാതെ നമുക്ക് ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു പെരി പെരി അൽഫാം മന്തിയാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്കെങ്ങനെ മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇത് നല്ല നീളമുള്ള അരിയാണ് കേട്ടോ. കഴിയുന്നതും നീളമുള്ള അരി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ആ സമയത്ത് നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഞാനിവിടെ 15 വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ ഒരു അരമുക്കാൽ മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ വെള്ളം ഒന്ന് റിമൂവ് ചെയ്ത് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2-4 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ മല്ലിയില, പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല കളർ കിട്ടും. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പെരി പെരി അൽഫാമിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് വലിയ പീസാക്കി ഏകദേശം 4 പീസോളം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറുതായി വരഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്ക് എടുത്തൊന്ന് കുത്തിക്കെടുക്കണം, മസാലയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ പീസ് എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ അളവിൽ മുളക് ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു നോർമൽ സ്പൈസി ആയിട്ടുള്ള മസാലയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ചുവന്ന കളറായിരിക്കും നമ്മുടെ ചിക്കൻ ഉണ്ടാവുക. അങ്ങനെ ഞാൻ എല്ലാ പീസിൻ്റെ മുകളിലും ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുഴുവൻ മസാല ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാനല്ല, പകുതി മാത്രം നമ്മൾ ഇതിനെടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ തേച്ച് ചിക്കൻ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് ഒരു 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇനി ഞാനിത് ഗ്രില്ലിൽ ചുട്ടെടുക്കാനാണ് പോകുന്നത്. ഞാനൊരു ഗ്രില്ലെടുത്ത് അതിലേക്ക് മസാല തേച്ചിട്ട് നമ്മൾ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ പീസസൊക്കെ അതിൻ്റെ മുകളിലേക്ക് നന്നായി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് പുറത്ത് തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എനിക്ക് പുറത്ത് വെച്ച് കുക്ക് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കനലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാർക്കോളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചിരട്ട കത്തിച്ചിട്ടാണ് കേട്ടോ കനലാക്കിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് ചിക്കനൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് 2 സൈഡും നമുക്ക് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് അതിനുള്ള റൈസൊക്കെ തയ്യാറാക്കാം. അപ്പോൾ റൈസ് തയ്യാറാക്കാൻ ഞാനൊരു പാത്രത്തിൽ 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2-3 കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ എന്നിവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത് ആ ഓയിലിലേക്ക് ഇട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വലിയ 2 സവോള ഞാനിതിലേക്ക് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ ഏകദേശം നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ ബാക്കി മസാല, പെരി പെരി അൽഫാമിൻ്റെ മസാല നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. 2 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ മസാല നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയും അരിയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഞാൻ ഇതിലേക്ക് 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം, ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ അതിലേക്ക് 3 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത് വെള്ളം വറ്റിച്ചിട്ടാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ റൈസ് കുക്കായി വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല കുറേശ്ശെയായിട്ട് ചിക്കൻ്റെ മേലെ ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ പാനിൽ കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാതെ എന്നെപ്പോലെ പുറത്ത് വെച്ച് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്രില്ലിൽ തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ് കേട്ടോ. നന്നായി ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റൈസ് എന്തായി നോക്കാം. റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. റൈസിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചത് കാരണം നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. പറഞ്ഞതുപോലെ നിങ്ങൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കളർ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസൊക്കെ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് വെച്ച് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അത്യാവശ്യം സമയം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസൊക്കെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. റൈസിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പെരി പെരി അൽഫാം മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഈ മന്തിക്ക്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ കൊടുക്കാൻ മറക്കരുത്. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കിഡിലൻ റെസിപ്പികളുമായിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.